മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹൂത്തി വിഷയം അതിരൂക്ഷമായ സംഘർഷഭരിതമായിട്ട് തന്നെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൂത്തി ഭീകരര് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തന്നെ ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങൾ, അയൺ ഡോം ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ മിസൈലുകളൊക്കെ തന്നെ ഇസ്രായേൽ തകർക്കുന്നുണ്ട്. ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ ഹൂത്തി വിഷയത്തെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആദ്യമേ തന്നെ എടുത്തു പറയാം, ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ആളുകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന്. ഈ മിസൈലുകൾ നിരന്തരം വരുന്നത് കൊണ്ട് അത് അയൺ ഡോം വെച്ച് തകർക്കുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾക്ക് ഒരു പോറലും സംഭവിക്കാതിരിക്കാൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ ഇസ്രായേലി ജനതക്ക് സുരക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ പ്രത്യാക്രമണങ്ങൾ, തിരിച്ചടികള് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, നമ്മളൊക്കെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്, ഹൂത്തി ഭീകരര് ഈ യമനിൽ ഒളിച്ചിരുന്നു കൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇസ്രായേലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുന്നത് എങ്ങനെയാ? ഇസ്രായേലിൽ നിന്ന് 2000-ലധികം കിലോമീറ്റർ ദൂരമുള്ള യമനിലേക്ക്, യമന്റെ തലസ്ഥാന നഗരിയിലേക്ക്, യമന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഹൂത്തി ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഡയറക്റ്റ് എത്തിയിട്ട് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ വലിയ ആക്രമണങ്ങളാ ഹൂത്തി ഭീകരർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമനിലെ സനാ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഹൂത്തി ഭീകരരുടെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. മാത്രമല്ല യസിയാസ്, റാസ് കനാറ്റിബ് പവർ സ്റ്റേഷനുകൾ, ഇവരുടെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകൾ ഇസ്രായേലി സൈന്യം അടിച്ച് തകർത്തിട്ടുണ്ട്. അതും മാത്രമല്ല, ഈ യമൻ, ഈ ഹൂത്തി ഭീകരരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ഈ തുറമുഖങ്ങളിലാണ് ഇറാന് ആയുധങ്ങള്, ഇറാന്റെ ഉദ്യോഗസ്ഥന്മാര് ഇവരൊക്കെ തന്നെ ഈ ഹൂത്തി ഭീകരരുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ പ്രധാനപ്പെട്ട അൽ ഹുദൈദ തുറമുഖം, സാലിഫ് തുറമുഖം, റാസ് കനാറ്റിബ് തുറമുഖം, ഈ 3 തുറമുഖങ്ങളും ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ തന്നെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൂത്തി ഭീകരര് ഈ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താ? ഏതെങ്കിലും ഒരു ജൂതനെങ്കിലും, ഏതെങ്കിലും ഒരു ഇസ്രായേലി പൗരനെങ്കിലും കൊല്ലപ്പെടണം എന്നുള്ള ലക്ഷ്യവുമായിട്ടല്ലേ ഹൂത്തി ഭീകരര് ഇതുപോലെ ആക്രമണം നടത്തുന്നത്. അതേസമയം ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് ഹൂത്തി ഭീകരരുടെ കേന്ദ്രങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിയിട്ടല്ലേ തിരിച്ച് ആക്രമിക്കുന്നത്. നമ്മളിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി കേരളത്തിലെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തിയെയും ഇത്തരം ഭീകര സംഘടനകളെയൊക്കെ പിന്തുണക്കുന്ന മൊണ്ണകളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്രായേല് അവരുടെ ജനതക്കുള്ള സകല സുരക്ഷാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ ഷെൽട്ടറിലേക്ക് താമസിപ്പിച്ചു, മാറ്റി താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്? ഇസ്രായേലിലെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവാനുള്ള സകല സംവിധാനങ്ങളും ഇസ്രായേലി ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം യമനിലെ ഹൂത്തി ഭീകരർക്ക്, ഈ ഹൂത്തി ഭീകരർ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് ഹൂത്തി ഭീകരര് എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടില്ല. ഹൂത്തി ഭീകരര് അവർ കൊളിക്കാനുള്ള കേന്ദ്രങ്ങളെ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇസ്രായേൽ ഒരു മഹത്തായ രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്രായേല് ഹൂത്തി ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നത്. ഹൂത്തി ഭീകരരുടെ ലക്ഷ്യം എന്താ? ഇസ്രായേലിലെ ഏതെങ്കിലും ഒരാളെങ്കിലും കൊലപ്പെടുത്തുക എന്നുള്ളത്. അതേസമയം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താ?
ഹൂത്തി ഭീകരരെ കേന്ദ്രങ്ങളും ഹൂത്തിയെയും അപ്പാടെ തകർക്കുക എന്നുള്ളത്. ഈ ഒരു മാറ്റം മാത്രം മനസ്സിലാക്കിയാൽ പോരെ. ബോധമുള്ള ഏതൊരാൾക്കും ഹൂത്തി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് എന്നുള്ളത്. ഈ ഹൂത്തി ഭീകരരെ കൊണ്ട് ഇസ്രായേലിന് മാത്രമല്ല, സൗദി അറേബ്യക്ക് മാത്രമല്ല, അമേരിക്കക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ നാശമാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത റൂട്ടുകളിലൊക്കെ തന്നെ വലിയ ശല്യമാണ് ഈ പറയുന്ന ഹൂത്തി ഭീകരരെ കൊണ്ട്. ഇവർ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇന്ധനവില ലോകത്താകമാനം കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഹൂത്തി ഭീകരര് ലോകത്തിന് തന്നെ നാശമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൂത്തി ഭീകരരെ ഇല്ലാതാക്കേണ്ടത് ലോക സമാധാനത്തിന്റെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇസ്രായേലിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും മൊസാദിന്റെ ചീഫ് മുന്നോട്ട് വെക്കുന്നത് ഇറാനിനെ നമ്മൾ ഈ അവസരത്തിൽ ആക്രമിക്കണം, ഇറാൻ തകർന്നാലാണ് ഹൂത്തി ഭീകരര് തകരുക എന്നുള്ളത്. എന്നാൽ അത് അംഗീകരിക്കാതെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും പറയുന്നത്. അത് അംഗീകരിക്കുന്നില്ല എന്നല്ല, ഈ സന്ദർഭത്തിൽ നമ്മൾ ഹൂത്തി ഭീകരരെ ഇല്ലാതാക്കുക, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇറാനെ ആക്രമിക്കണമോ ആക്രമിക്കണ്ടേ എന്ന്. അതേപോലെ തന്നെ ഇസ്രായേൽ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ജനുവരി 20 ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതോട് കൂടിയിട്ട് അമേരിക്കന്റെ ഔദ്യോഗിക സൈന്യം തന്നെ ഇസ്രായേലിനൊപ്പം കൂടുമെന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേൽ ശക്തമായിട്ട് തന്നെ ഹൂത്തി ഭീകരർക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഈ ഹൂത്തി ഭീകരർ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്. ഈ സമയം വരെ ഇസ്രായേൽ യാതൊരു തരത്തിലുള്ള ആളപായങ്ങളുമില്ല. അതും ഇസ്രായേലിന്റെ ഭരണാധികാരികളുടെ മികവാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട. ഇത്തരത്തിലുള്ള ആക്രമണം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ അവിടെയുള്ള ഇസ്രായേലി ജനതയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റി അവർക്ക് 100% സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോ ഹൂത്തി ഭീകരർക്ക് നേരെ ആക്രമണം തുടങ്ങിയിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തി ഹൂത്തി ഭീകരരെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. ഇതിനേക്കാൾ വലിയ രീതിയിലായിരുന്നു ഹമാസും, അതിനേക്കാൾ വലിയ രീതിയിലായിരുന്നു ഹിസ്ബുള്ളയും, അതേപോലെ അതിനേക്കാൾ വലിയ രീതിയിലായിരുന്നു ഇറാനും. ഈ ഹിസ്ബുള്ളയും ഈ ഹമാസും ഇറാനെയൊക്കെ തന്നെ ഇസ്രായേൽ ഒരു മൂലക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഹൂത്തി ഭീകരരെയും അധികം വൈകാതെ തന്നെ ഒരു മൂലയിലേക്ക് ഇസ്രായേൽ ഇരുത്തുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.